വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ശ്രീ ഇൻസൈറ്റ് ഓഫ് ടാരോട്ട്. നമുക്കിന്ന് കരിയർ ഫിനാൻസ് എന്താണ് നിങ്ങളുടെ അവസ്ഥ. ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും നല്ല ഒരു ജോബിലായിരിക്കാം. അപ്പോൾ നിങ്ങൾ ബിസിനസ്സാണ് ചെയ്യുന്നതെങ്കിൽ പിന്നെ നിങ്ങളുടെ ഇനി അവസ്ഥ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ ഫ്യൂച്ചറിൽ എങ്ങനെയായിരിക്കും. അല്ല, ഇനിയിപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ റെഡിയായിട്ട് നിൽക്കുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവരാണെങ്കിൽ എങ്ങനെയാണ്, അപ്പോൾ നമ്മളുടെ ഒരു ഔട്ട്കം എങ്ങനെയായിരിക്കും, ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ബിസിനസ് പരമായിട്ട് കരിയറിൻ്റെ അല്ലെങ്കിൽ ഫിനാൻസിൻ്റെ ഒക്കെ ആയിട്ടുള്ള ഒരു റീഡിംഗാണ്. ഓക്കെ, അപ്പോൾ നമുക്കത് നോക്കാം. റീഡിങ്ങിലേക്ക് കിടക്കാം. സോറി. അപ്പോൾ നമുക്ക് ആദ്യം കിട്ടിയിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് 3 ഓഫ് കപ്സ് എന്ന കാർഡ് കിട്ടിയിട്ടുണ്ട്. എന്താണ് 3 ഓഫ് കപ്സിൻ്റെ കാര്യം? ഇവിടെ നമ്മൾ കരിയർ ഫിനാൻസ് നോക്കുന്നത് കൊണ്ട് നമുക്ക് മറ്റു കാര്യങ്ങളൊന്നും പറയാനില്ല. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് പാർട്ട്ണർഷിപ്പോട് കൂടിയ ബിസിനസ്സാണ് എന്ന് കാണിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ ഔദ്യോഗിക മേഖലയിൽ നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു, അവിടെ അത്ര വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കാര്യങ്ങൾ കൊണ്ടുപോകുന്നു എന്നാണ് കാണിക്കുന്നത്. അപ്രൈറ്റാണ് കാർഡ് വന്നിരിക്കുന്നത്. സോ അത് വളരെ ഒരു നല്ല അവസ്ഥയാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് ഫുൾ എന്ന കാർഡ് വന്നിട്ടുണ്ട്. ഫുൾ വരുമ്പോൾ നമുക്ക് അതിൻ്റെ ഔട്ട്കം പറയാനുള്ളത്, നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് അത് എന്തായാലും ആ ബിസിനസ് ഫ്രാഞ്ചൈസി അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ ഉള്ള ഒരുക്കത്തിലാണ് എന്ന് കാണിക്കുന്നു. അതായത് ഒരു ന്യൂ ബിഗിനിങ് കാണിക്കുന്നുണ്ട്. ഇനി ഒന്നും ചെയ്യാതിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു പുതിയ സ്റ്റാർട്ടപ്പ് പോലെ, കമ്പനി പോലെ, അല്ലെങ്കിൽ അതുമാതിരി എന്തെങ്കിലുമൊക്കെ ഒരു ബിസിനസ് ചെയ്യുവാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നു എന്ന് കാണിക്കുന്നു. ഇനിയിപ്പോൾ നിങ്ങൾ ഔദ്യോഗിക മേഖലയിലാണെങ്കിൽ നിങ്ങളുടെ ജോലിയിൽ അഡീഷണലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ കൂടി നിങ്ങൾ ബിസിനസ്സായിരിക്കാം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു എന്ന് കാണിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഈ ബിസിനസ് ഇവിടെ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിൽ ചില വാഗ്വാദങ്ങൾ സംഭവിക്കുവാൻ ഉള്ള ചാൻസ് ഉണ്ട് എന്ന് കാണിക്കുന്നു. അതായത് കോൺഫ്ലിക്റ്റ് നടക്കാൻ ചാൻസ് ഉണ്ടെന്നാണ് കാണിക്കുന്നത്. അപ്പം നിങ്ങൾ വാക്കുകൾ വളരെയധികം ഉപയോഗിക്കുക. 5 ഓഫ് വാൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന അടിയാണ്. വടിയൊക്കെ എടുത്തിട്ട് അടിക്കുന്ന ആ ഒരു അവസ്ഥ വരെ എത്തിക്കുക എന്നാണ്. അപ്പോൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. പുതിയ ബിസിനസ് തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഫ്രാഞ്ചൈസി തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ പുതിയ മേഖലയിലേക്ക് ഏതിലാണെങ്കിലും നിങ്ങൾ കാലെടുത്ത് വയ്ക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. അവിടെ വാഗ്വാദങ്ങൾ വരാനുള്ള സാധ്യത, കോൺഫ്ലിക്റ്റ് വരാനുള്ള സാധ്യത ഒക്കെ കാണുന്നുണ്ട്. സൂക്ഷിക്കുക. ഓക്കെ, ദ ഹൈ പ്രീസ്റ്റസ് എന്ന കാർഡ് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിവിടെ ചെയ്യാനുള്ളത്, നിങ്ങൾക്ക് ചെയ്യാനുള്ളൊരു പരിഹാരം എന്ന് പറയുന്നത്, നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യത്തിൽ ഒരു പുതിയ കാര്യം നിങ്ങൾ ചെയ്യാൻ പോവുകയാണ് എങ്കിൽ വളരെ ആലോചിച്ച് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ പിന്നെ ഉപദേശം തേടുന്നത് നല്ലതായിരിക്കും. എന്ന് വെച്ചാൽ കുറച്ച് പിന്നെ സ്പിരിച്വലായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും നിങ്ങളുടെ ചുറ്റും. അല്ലെങ്കിൽ നിങ്ങൾ ആരാണോ, നിങ്ങളുടെ മതത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം, അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട ആരെങ്കിലുമായിരിക്കാം. അത് വളരെ നല്ല ഉപദേശം തരുന്ന ജ്ഞാനിയായ ഒരു വ്യക്തിയിൽ നിന്ന് നല്ല ഉപദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ബിസിനസ് മുൻപോട്ട് കൊണ്ടുപോകൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ചെറിയ ഒരു കോൺഫ്ലിക്റ്റ് വരാനുള്ള സാധ്യത നമുക്ക് എടുത്ത് കാണിച്ചു തരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളോടത് പറയുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ദ എംപ്രസ് എന്ന കാർഡാണ് വന്നിരിക്കുന്നത്. എന്താണ് എംപ്രസ് എന്ന് പറയുമ്പോൾ, നമുക്കിവിടെ ഒരു ലവ് റീഡിങ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് റീഡിംഗ് ഒക്കെ ആണെങ്കിൽ പറയാൻ നമുക്ക് ഒരുപാടുണ്ട്. എന്നാൽ ഇവിടെ നിങ്ങൾക്കിത് വളരെയധികം പ്രോസ്പെരിറ്റി അല്ലെങ്കിൽ അബൻഡൻസ് കൊണ്ടുവരും എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇത്രേ ചെയ്യണ്ടു. കോൺഫ്ലിക്റ്റ് വരാതെ നോക്കണം. നല്ല ഉപദേശങ്ങൾ അതുപോലെയുള്ള ജ്ഞാനമുള്ള ആളുകളിൽ നിന്ന് സ്വീകരിക്കണം. നിങ്ങളുടെ ബിസിനസ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയും. അത് വളരെ സംസാരത്തിൽ കഴിയുന്നതും കുറച്ച് നിങ്ങളൊന്ന് പിന്നെ നല്ല വാക്കുകൾ ഉപയോഗിക്കാൻ പഠിക്കണം. പഠിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യണം. കാരണം ഒരു ബിസിനസ് അല്ലെങ്കിൽ അതേമാതിരിയുള്ള നമ്മളുടെ ഒരു കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മൾ പിന്നെ കുറച്ചൊരു മുകളിലിരിക്കുന്ന ആളാണെങ്കിൽ, തലപ്പത്തിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നൊരു ബിസിനസ്സൊക്കെ ആകുമ്പോൾ നമ്മളുടെ പെരുമാറ്റം, അതുപോലെ സംസാരം, നമ്മളെ സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കാനുണ്ട്.
നമ്മുടെ കൂടെ ഉള്ള ആൾക്കാരെ അവർ കോപ്പറേറ്റ് ചെയ്ത് കൊണ്ടുപോകുവാൻ നിങ്ങൾ ശ്രമിക്കണം. അത് നിങ്ങൾക്ക് കഴിയും എന്നാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നർച്ചറിങ് ആയിട്ടുള്ള ഒരു കാർഡാണ് ഇത് എംപ്രസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ട്. ഓക്കെ, ഇത് ചെയ്യുന്ന ആളുകൾ ആരായാലും അത് നിങ്ങൾക്കുണ്ട്. അത് കുറച്ചുകൂടി അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, അത്രേ പറയുന്നുള്ളൂ കേട്ടോ. നെക്സ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് 10 ഓഫ് കപ്സ് എന്ന കാർഡാണ്. ഇതിന് അപ്പുറം ഒരു കാർഡ് കിട്ടാനില്ല. അത്രയും വളരെ ഹാപ്പിനെസ് നിങ്ങൾക്ക് തരും എന്നാണ് ഇത് ഇവിടെ പറയുമ്പോൾ. നമ്മൾ ഫിനാൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ വളരെ ഒരുപാട് സാമ്പത്തികം നിങ്ങൾക്ക് വരും എന്നാണ്. അസാമ്പത്തികത്തോടൊപ്പം തന്നെ നിങ്ങൾ വളരെ ഹാപ്പിനെസ് കൂടി നിങ്ങൾക്ക് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ഫാമിലിയായിട്ടും ഒക്കെ നിങ്ങൾ വളരെ സന്തോഷകരമായി ജീവിക്കാനുള്ള അവസ്ഥ നിങ്ങൾക്ക് വരുന്നു എന്നാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാം നല്ലതിനാവട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.